ചില കുറ്റങ്ങൾ വാക്കുകളാൽ പറയാനാവില്ല. ചില വേദനകൾ നീതിയുടെ വാതിൽ തട്ടിയാൽ പോലും തുറക്കില്ല. പക്ഷേ നിശബ്ദത നീളുമ്പോൾ ഒരു ദിവസം അത് ശബ്ദമാകും. ആ ശബ്ദം ആരുടേതാണ്? നീതി എവിടെയാണ്? ഇന്നീ വേദി അതിന് സാക്ഷിയാകും. അവളുടെ ഒരു ഒരുക്കം. നിനക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നെ വന്നൊന്ന് സഹായിച്ചൂടെ? അവളുടെ ഒരു പഠിത്തം. ഈ അമ്മ എന്നെ ഒരുങ്ങാൻ കൂടി സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഒറ്റ ഞങ്ങളെ കൊല്ലിച്ച് വഷളാക്കുന്നേ. നോക്കത്ത അമ്മയുടെ ഒരു പുകില്. ഞാനേ വളർന്ന് വലുതാകുമ്പോഴേ വലിയൊരു പോലീസുകാരിയോ, വലിയ പോലീസുകാരി. അതെ, എന്റെ മോളെ വളർന്ന് വലുതായി വലിയൊരു പോലീസുകാരിയാവും. നീ കണ്ടോ? പിന്നെ വലിയ പോലീസുകാരി. ഈ വീട്ടിൽ 2 നേരത്തെ ആഹാരത്തിനുള്ള വകയില്ല. എന്നാലും ഊതിക്കൊണ്ടൊരു കുറവുമില്ല. മോൾ ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട. നമുക്ക് സ്കൂളിലേക്ക് പോവാം. എന്താ നീ നിന്റെ അമ്മയോട് കാര്യം ചോദിക്കും? ഞാൻ സ്കൂളിൽ പോണോ? ഞാൻ ഈ പാത്രത്തിൽ കയറ്റി അമ്മയെ സഹായിച്ച് വീട്ടിൽ സ്കൂളിൽ പോകണം. നിന്റെ ഇടയിൽ സൂക്കേടാണല്ലോ എനിക്ക്. അമ്മ അവളോട് പറയുന്നതോ? അവളെ നിന്നെ പോലൊന്നും അല്ല, നല്ല മിടുക്കിയ. എന്തൊക്കെ പറഞ്ഞാലും അവൾ പഠിച്ച് വലിയൊരു പോലീസുകാരിയാണെന്ന എന്റെ ആഗ്രഹം. മര്യാദ സ്കൂളിൽ പോകോ. മോളെ, നമുക്ക് സ്കൂളിലേക്ക് പോണ്ടേ? മോളെ സ്കൂളിൽ പോയി പഠിച്ച് വലിയ പോലീസുകാരി ആവണം. ഇങ്ങോട്ടാണോ കൊച്ചിനെ കൊണ്ട് രാവിലെ തന്നെ? സ്കൂളിലേക്കാ തമ്പുരാനെ. ആഹാ, ഇവിടെ എത്രയിലാണോ പഠിക്കുന്നത്? 6ാം ക്ലാസ്സിലാ. 6ാം ക്ലാസ്സിലോ? വലുതാകുമ്പോ ആരാവണമെന്നാ കൊച്ചേ നിനക്ക് ആഗ്രഹം? എനിക്ക് വലുതാകുമ്പോഴേ വലിയൊരു പോലീസുകാരി ആവണ. വലിയ പോലീസുകാരി. എന്നിട്ട് ഞാൻ ഈ നാട്ടിലുള്ള എല്ലാ കള്ളന്മാരെ പിടിക്കും. ആഹാ, പോലീസുകാരി ആവണോ? ഇല്ലയോ? ഒരു കാര്യം ചെയ്യടാ, ഞാൻ ആക്കടാ സ്കൂളിലേക്ക്. തമ്പുരാനെ അത് പേടിക്കണ്ടാ, ഞാൻ കൊണ്ടുപോക്കാളാന്ന് പറഞ്ഞില്ലേ. നീ പൊക്കോ. വാ മോളെ. മോളെ ചോദിക്കട്ടെ, മോളെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. ആഹാ, മോളെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി ആക്കാം. മാമൻ മക്കൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ? ഭഗവാൻ
പോയതാണല്ലോ രണ്ടുപേരും. വൈകിട്ടായിട്ടും കാണുന്നില്ലല്ലോ. എവിടെ പോയാ ഞാൻ അന്വേഷിക്കേണ്ടേ? ആരാടാ ഞാൻ ചോദിക്കേണ്ടേ? മോളെ, മോളെ, എവിടെയാ നീ? സന്ധ്യയായില്ലേ, ഒന്ന് തിരിച്ചു വാ മോളെ. അച്ഛനെ ഇങ്ങനെ പേടിപ്പിക്കാതെ. എവിടെ പോയി കിടക്ക രണ്ടും? എന്റെ മോളെ! നീയാണോടാ കോരൻ? സമ്മതിക്കുന്നില്ലല്ലോ. ചോദിച്ചത് കേട്ടില്ലടാ. നീയാണോ കോരൻ? എടോ വാടോ. പോയാ കൊച്ചിന്റെ കണ്ണ് നോക്കി പ്രായം എത്രന്ന് പറയണോ? ചത്ത കൊച്ചിന്റെ കണ്ണ് നോക്കിയിട്ട് എന്തോ കിട്ടാനാ സാറേ? ചത്തതല്ലായിരുന്നെങ്കിൽ ഒന്ന് പോയി നോക്കണോ? നീ യജമാനെതിരെ കേസൊക്കെ കൊടുത്തെന്ന് അറിഞ്ഞല്ലോടാ. നിന്റെ കൊച്ചു വല്ലവനെയൊക്കെ കൂടെ അഴിഞ്ഞാടി നടന്ന് ചത്ത്. അതിന് നീ സമൂഹത്തിലെ മാന്യന്മാർക്കെതിരെയാണോ കേസ് കൊടുക്കുന്നത്? എനിക്ക് കേസൊന്നും ഇല്ലേ? അങ്ങനെയാണോ നിനക്ക് കൊള്ളാം. ഇനി എന്തിനാണ് ഇവിടെ നിന്നിട്ട്? വാ പോകാം. പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അഭാവത്തിൽ ഈ കോടതി വെറുതെ വിട്ടതായി പ്രഖ്യാപിക്കുന്നു. എന്തായടാ എനിക്കെതിരെ കേസ് കൊടുത്തിട്ട്? കെട്ടിത്തൂങ്ങി ആടിയില്ലേടാ നിന്റെ കൊച്ചിവിടെ? തിരിച്ചു വന്നോടാ അവള്. ഈ നാട്ടിലെ നിയമവും കോടതിയൊക്കെ എനിക്കൊപ്പാടാ, എനിക്കൊപ്പം. അരപ്പട്ടിണിക്കാരൻ കോരനും അവന്റെ ഭാര്യയ്ക്കും ആകെയുള്ള സമ്പാദ്യം 2 മക്കളാ. അതിലൊരുത്തിയുടെ സുഖം ഞാൻ അറിഞ്ഞ് ഇനി ഒരുത്തിയെ കൂടി എന്ത് പറയണം?
കൊന്നതാ. എന്റെ കുഞ്ഞിനെ കൊന്നതാ. എന്റെ കുഞ്ഞിനെ എന്തിനാ കൊന്നേ? ളുതേലെ പൂമാന പന്തലി നല്ലോ പേടിക്കാതെ പൊന്നെ. അച്ഛനാ, മോളുടെ അച്ഛനാ ഞാൻ. മോളുടെ അച്ഛനാ ഞാൻ. മോളെ, നമുക്ക് സ്കൂളിൽ പോണ്ടേ? നമുക്ക് പഠിക്കണ്ടേ? അച്ഛൻ മുടിയിട്ട് തരാം. അച്ഛൻ മോളുടെ മുടിയിട്ട് തരാം. അച്ഛൻ മുടിയിട്ട് തരാം. മോളുടെ മുടിയിട്ട് പീഡനത്തിനിരയായ പെൺകുട്ടികളെ ഹാഷ്ടാഗ് കൊണ്ട് മുദ്ര കുത്തുന്ന ഈ കാലത്ത് ഈ അച്ഛനും മകളും ഒരു ഉദാഹരണമായി ഇന്നും തുടരുന്നു. അവൾക്കൊപ്പം എന്ന് പറയുമ്പോഴും നാം ശരിക്കും അവൾക്കൊപ്പം തന്നെയാണോ? ഇന്നിവിടെ അവസാനിക്കുന്നത് ഒരു നാടകം മാത്രമല്ല, പക്ഷെ ചോദ്യം ബാക്കിയുണ്ട്. നീതി ജീവിച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ നമ്മൾ തന്നെയോ അതിനെ മിണ്ടാതാക്കുന്നത്?